പഹൽഗാമിൽ ഭീകരരുടെ കൂട്ടക്കുരുതിക്കിരയായ മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. സംസ്കാരം നാളെ. CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഗുരുതര തെളിവുകൾ നിരത്തിയ SFIO കുറ്റപത്രം. വീണയും ശശിധരൻ കർത്തായും ഒത്തുകളിച്ച് 2.78 കോടി തട്ടി. എക്സാലോജിക് എന്ന പരാമർശം വീണയെ ഉദ്ദേശിച്ച്. SFIO റിപ്പോർട്ടിൽ വീണ 11ാം പ്രതി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഒരുക്കങ്ങൾ വേഗത്തിലാക്കി മുന്നണികൾ. UDFന്റെ നേതൃസംഗമം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് തുടരും. പ്രതി അമിത് ഒറാങ് താമസിച്ചിരുന്ന ലോഡ്ജിലെത്തിക്കും. ജനൽ തുറക്കാൻ ഉപകരണം വാങ്ങിയ കടയിലും തെളിവെടുപ്പ്.